ഒരു സിവിൽ കേസിൽ ഒരാൾ പരാതി കൊടുക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് കംപ്ലൈനന്റ് എന്നാണ് പറയുന്നത് കോടതിയിൽ. പരാതിക്കാരൻ, കംപ്ലൈന്റ് കൊടുക്കുന്നയാൾ കംപ്ലൈനന്റ്. മറ്റേ ഓപ്പോസിറ്റ് പാർട്ടിയെ പ്രതിഭാഗത്താണ് വരുന്നത്. അദ്ദേഹം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് നോട്ടീസ് വരും. അതായത് പരാതിക്കാരൻ എന്താ പരാതിയാണോ കോടതിയിൽ കൊടുത്തത് അതിൻ്റെ ബേസിസിൽ court officer will send the concerned party a notice from the court, which is called a court notice. So once the party is receiving the court notice, he has to give reply within 30 days time. ഈ ആർക്കാണോ കോടതിയിൽ നിന്ന് നോട്ടീസ് വരുന്നത്, ഈ നോട്ടീസ് എന്ന് പറയുന്നത് സമണോ വാറണ്ടോ ഒന്നും അല്ല കേട്ടോ, അത് വേറെ. അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പിന്നെ വരും വീഡിയോകളിൽ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പാർട്ടിക്ക്, അതായത് ഒരു സിവിൽ കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്ക് പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻറ്റ്, ഇതിൽ പിന്നെ പ്രതിഭാഗം വരുന്ന കക്ഷിക്ക് കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു. ആ നോട്ടീസിന് പറയുന്ന പേര് കോർട്ട് നോട്ടീസ് എന്നാണ്. ആ കോർട്ട് നോട്ടീസ് കിട്ടി 30 ദിവസത്തിനകം അയാൾ മറുപടി കൊടുക്കണം, കോടതിക്ക് മറുപടി കൊടുക്കണം. ആ കോടതിക്ക് കൊടുക്കുന്ന മറുപടിയെ പറയുന്ന പേരാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നാണ്. ഒരു കേസിൽ കോടതിയിൽ നിന്നും വരുന്ന നോട്ടീസിന് പരാതിക്കാരൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നോട്ടീസ് തരുന്നത്. ആ നോട്ടീസിന് കക്ഷി കൊടുക്കേണ്ട റിപ്ലൈയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, അദ്ദേഹം, അതായത് ഓരോരോ പാരഗ്രാഫായിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1, 2, 3, 4. അപ്പോൾ നമ്പർ 1 അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു എന്ന് പറയുക. നമ്പർ 2 അത് ഓരോന്നോരോന്നായിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ, അതായത് അയാൾ എന്ത് പരാതിയാണോ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതിനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.